ഭയന്നൊരു നാട് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച കഥ കേട്ടാലോ? കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടിലൂടെയുള്ള യാത്ര ഒരു അനുഭവമാണ്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക, കൃഷി വ്യാപകമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് 1958 വെച്ചൂർ മുതൽ തണ്ണീർമുക്കം വരെ വേമ്പനാട് കായലിന് കുറുകെയുള്ള തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1975 ഈ ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും 1976 മുതൽ ഇത് പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ ആണിത്. തിരുവിതാംകൂറിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വടക്കൻ ദേശങ്ങളിൽ നിന്നും ജലമാർഗം യാത്ര ചെയ്ത് എത്തുന്ന നമ്പൂതിരിമാർ വിശ്രമിക്കുന്നതിനും ശുദ്ധജലം ശേഖരിക്കുന്നതിനുമായി തണ്ണീർമുക്കത്ത് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ തണ്ണീർമുക്കം എന്ന സ്ഥലപ്പേര് ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. ഇവിടെ തെങ്ങാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ചെറിയ തോതിൽ നെല്ല്, വാഴ, പച്ചക്കറി എന്നിവയും കൃഷി ചെയ്യുന്നു. വേമ്പനാട് കായലിനു കുറുകെ ഉപ്പുവെള്ളത്തെ വേർതിരിച്ച് കൃഷിക്ക് യോഗ്യമാക്കുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രാണവായുവാണ് ഈ ബണ്ട്. വേമ്പനാട് കായലിന്റെ അടുത്ത് ഇന്ന് കാണുന്ന കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ കായൽ നികത്തി ഉണ്ടാക്കിയവയാണ്. 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണം. ഈ ബണ്ടിന്റെ ഇരുവശങ്ങളിലും ഏകദേശം 470 മീറ്റർ വീതം ആദ്യം 2 ഘട്ടങ്ങളിലായി ഉണ്ടാക്കി. ഓരോ വശങ്ങളിലും ആദ്യം 31 ഷട്ടറുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പാലത്തിന്റെ നിർമ്മാണം വൈകിയപ്പോൾ കർഷകർ ചേർന്ന് ചെളി കൊണ്ട് ആ ഭാഗം വലിയ ബണ്ടുണ്ടാക്കി. 550 മീറ്റർ ആയിരുന്നു കർഷകർ അന്ന് ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് സർക്കാർ 90 ഷട്ടറോട് കൂടിയ ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഡിസംബർ മാസത്തിലാണ് ഷട്ടറുകൾ താഴ്ത്തുന്നത്. തുടർന്ന് മെയ് മാസത്തിൽ ഇത് ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാൽ പാതിരാമണൽ ദ്വീപ് കാണാൻ സാധിക്കും. ദ്വീപിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഹൗസ് ബോട്ടിൽ കുമരകത്തെ കാഴ്ച കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ബണ്ട്. തുടർന്ന് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്